സൈലീല. സൈനിക. സൈലീല. ഓക്കെ, പറഞ്ഞേട്ടെ. പുത്തഞ്ചിറയിൽ നിന്ന് കടന്നു വരുന്നു. ഈ സിസ്റ്ററിനുണ്ടായ അനുഭവം വലിയൊരു സാക്ഷ്യം. 8 മാസത്തോളമായി സിസ്റ്ററിന് മോഷൻ പോകുമ്പോൾ ബ്ലഡ് പോകുമായിരുന്നു. 8 മാസമായിട്ട് മോഷനോടൊപ്പം ബ്ലഡ് പോകുമായിരുന്നു. ഓക്കെ, അത് കാരണം ബ്ലഡിലെ കൗണ്ട് വളരെ കുറവായിരുന്നു. ഓക്കെ. ആഴ്ചയിൽ 2 ദിവസം ഈ സിസ്റ്ററിന് ബ്ലഡ് കയറ്റുവാൻ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. ആഴ്ചയിൽ 8 മാസമായിട്ട് ആഴ്ചയിൽ 2 ദിവസം ബ്ലഡ് ഇടുമായിരുന്നു. 2 കുപ്പി ബ്ലഡ് കയറ്റുമായിരുന്നു. ഇതൊക്കെ പറയട്ടെ, സത്യമാണ് ഈ പറയുന്നത്? എന്തുവായിരുന്നു അമ്മയുടെ പ്രയാസം? അത് ആണ്ടാശത്തിൽ മുഴയുണ്ട്, പിന്നെ വൻകുടലുമ്പോ 2 കുരുണ്ട്. അത് കോട്ടയത്ത് പോയി കരിക്കണമെന്ന് പറയണ്. അതിനൊന്നും പോവാൻ കൂടെ പോരാൻ ആളില്ല, സാമ്പത്തികമില്ല. ഇവിടെ വന്ന് രജനി സിസ്റ്റർ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിക്കുന്നത് 8 മാസമായിട്ട് അമ്മയ്ക്ക് അങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നു? ബ്ലഡ് ഇങ്ങനെ പോണ്ട് അറിയില്ലായിരുന്നു, മനസ്സിൽ കൂടി പോയായിരുന്നു. ആഴ്ചയിൽ 2 കുപ്പി ബ്ലഡ് ആഴ്ചയിൽ കയറ്റണം. സത്യമാണോ? അതെ, സത്യമാണ്. എവിടെയും ബ്ലഡ് കയറ്റിക്കൊണ്ടിരുന്നത്? ആശുപത്രിയിൽ പോവാൻ ഒരു ആശുപത്രി ഇല്ല. ഞാൻ ചോദിക്കുന്ന അമ്മ ഏത് ഹോസ്പിറ്റലിലാണ് ബ്ലഡ് കയറ്റാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ചാലാക്ക മെഡിക്കൽ കോളേജിൽ 2 പ്രാവശ്യം പോയി. ഓക്കെ. അല്ല, മെഡിക്കൽ കോളേജിൽ ആഴ്ചയിൽ 2 ദിവസം പോകുമല്ലോ. ആ ആഴ്ചയിൽ 2 ദിവസം പോകുന്ന ഏത് ഹോസ്പിറ്റലിൽ? അടുത്തുള്ള ഹോസ്പിറ്റലിലാണോ പോകുന്നത്? കൊടുങ്ങല്ലൂര് പോകും, ഇരിങ്ങാലക്കുട അടക്കി 2 പ്രാവശ്യം പോയി. പുത്തഞ്ചിറ പോയി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ ബ്ലഡ് ഇടണമായിരുന്നു. ഓക്കെ. എവിടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഓപ്പോസിറ്റീവ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഞാൻ 1-2 കാര്യം കുഴയ്ക്കുന്നു ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പ്രാർത്ഥിച്ചു. പിന്നെ ഇതുവരെ ഇപ്പൊ കഴിഞ്ഞതിന്റെ മുന്നത്തെ മീറ്റിംഗിലാണ് പ്രാർത്ഥിച്ചത്. ഇതുവരെ ബ്ലഡ് കയറ്റിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ മീറ്റിംഗിൽ എനിക്ക് വരാൻ പറ്റിയില്ല. കഴിഞ്ഞതിന്റെ മുമ്പത്തെ മീറ്റിങ്ങിനാണ് അമ്മ വന്നത്. അന്നു മുതൽ അമ്മയ്ക്ക് ബ്ലീഡിംഗ് ഇല്ല. സന്തോഷമുള്ള കാര്യം അല്ലേ? ആഴ്ചയിൽ 2 കുപ്പി ബ്ലഡ് ഇടണമെന്ന് പറയുന്ന സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അമ്മയെ ആരാ സൗഖ്യമാക്കിയെന്നറിയോ? ആളുടെ പേരറിയോ? യേശു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അമ്മയ്ക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. അമ്മയുടെ വീട് എവിടെ? പുത്തഞ്ചിറയാണ്. പുത്തഞ്ചിറ എന്ന് പറഞ്ഞാൽ എറണാകുളത്താണോ? അല്ല, തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ല, കൊടുങ്ങല്ലൂര്. നമ്മുടെ രജനി സിസ്റ്റർ പോലീസ്. ഓ, മനസ്സിലായി. സന്തോഷം. പോയട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സന്തോഷമായിട്ട് പോയട്ടെ. ആമേൻ.